ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എ പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവർക്ക് ജാമ്യമില്ല. മൂവരുടെയും ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഗോവർദ്ധനും പത്മകുമാറിനും മുരാരി ബാബുവിനും ഇനി കൂടുതൽ അഴികൾ എണ്ണാം. എന്തൊക്കെയായിരുന്നു ഹൈക്കോടതി നിരീക്ഷണങ്ങൾ? എന്തുകൊണ്ട് ജാമ്യമില്ല? അശ്വതി, ജാമ്യ ഹർജികൾ തള്ളുന്നു എന്ന് മാത്രമാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ഭാഗത്തു നിന്നും പരാമർശമുണ്ടായത്. ഇനി ആ ഉത്തരവ് അതിന്റെ പകർപ്പ് ലഭിക്കേണ്ടതുണ്ട്. അതിൽ മാത്രമാണ് എന്ത് സാഹചര്യത്തിലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് പ്രതികളുടെയും ജാമ്യാപേക്ഷകൾ സിംഗിൾ ബെഞ്ച് തള്ളിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. മുരാരി ബാബു, അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാർ, ഈ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, ഈ മൂന്ന് പേരുടെയും ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. അവർ വിശദമായിട്ട് തന്നെ ഈ മൂന്ന് ജാമ്യാപേക്ഷകളിലും കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി വാദം കേട്ടതാണ്. ഇതിൽ മുരാരി ബാബു മാത്രമാണ് കീഴ്ക്കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. അതായത് ഹൈക്കോടതി സ്വാഭാവികമായിട്ടും ഈ ഒരു ജാമ്യാപേക്ഷ തള്ളുമെന്ന് അറിയാം. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സ്വാഭാവിക ജാമ്യത്തിന് തനിക്ക് അർഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് കോടതി ഇന്ന് തന്നെ മുരാരി ബാബു സമീപിച്ചത്. ഇതിൽ മുരാരി ബാബുവിൻ്റെ മാത്രമാണ് കാലാവധി 90 ദിവസം കഴിയുന്നത്. ബാക്കി പത്മകുമാറിനും ഗോവർദ്ധനും 90 ദിവസമായിട്ടില്ല. നവംബർ മാസമാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏകദേശം 2 മാസം മാത്രമേ ആകുന്നുള്ളൂ. ഈ കേസിന്റെ ഗൗരവമൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഹൈക്കോടതി കൃത്യമായിട്ട് നിരീക്ഷണങ്ങളൊക്കെ നടത്തിയതാണ്. ആ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആകണം ഈ മൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. SIT സംഘം ഈ വാദത്തിനിടെ കടുത്ത എതിർപ്പാണ് ഈ ജാമ്യം നൽകുന്നതിന് പറയുന്നത്, അല്ലെങ്കിൽ വ്യക്തമാക്കിയത്. അതായത് ഈ പ്രതികൾക്ക് 3 പേർക്കും ജാമ്യം നൽകുന്നത് കേസിനെ അട്ടിമറിക്കാനും കേസിനെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കപ്പെടാനും സാധ്യത ണ്ട്. അതുകൊണ്ട് തന്നെ മൂവർക്കും ജാമ്യം നൽകരുതെന്നുള്ള ഒരു നിലപാട് SIT, അതായത് പ്രോസിക്യൂഷൻ, ഹൈക്കോടതിയിൽ സ്വീകരിച്ചു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പത്മകുമാറിനെതിരെ വാദം നടന്ന വേളയിൽ ഹൈക്കോടതി പേരെടുത്ത് പരാമർശിക്കുക കൂടി ചെയ്തിരുന്നു. അതായത് പത്മകുമാറിന് ഉത്തരവാദിത്തമുണ്ട്, മാത്രവുമല്ല ബുദ്ധിപൂർവ്വം കുറ്റം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മിനിറ്റ്സിലൊക്കെ തന്നെ തിരുത്തൽ വരുത്തത് എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഇതേ ബെഞ്ച് തന്നെയാണ് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിലടക്കം ചോദ്യങ്ങൾ ഉന്നയിച്ച് SIT സംഘത്തെ ബുദ്ധിമുട്ടിച്ചത്. ഒടുവിൽ SIT സംഘത്തിന് ആശുപത്രിയിലെത്തി ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വന്നു. എന്തായാലും വൈകുന്നേരത്തോടുകൂടി ഈ ജാമ്യാപേക്ഷകൾ തള്ളിയതിന്റെ ഉത്തരവ് പുറത്തുവരും. അതിൽ മാത്രമാണ് ഏതൊക്കെ വിധത്തിലാണ് ഹൈക്കോടതി ഈ കേസ് അല്ലെങ്കിൽ ജാമ്യ ഹർജികൾ കൈകാര്യം ചെയ്തത്. മാത്രമല്ല ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിരീക്ഷണമുണ്ടെങ്കിൽ തന്നെ അതും ഏറെ പ്രസക്തമായ കാര്യങ്ങളാണ്. അശ്വതി. രേഷ്മ, വിവരങ്ങൾ വ്യക്തമാണ്. ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് എ പത്മകുമാറിനും മുരാരി ബാബുവിനും ഗോവർദ്ധനും ജാമ്യം നിഷേധിച്ചത്. ഈ ജാമ്യാപേക്ഷയുടെ പകർപ്പ് അല്പസമയത്തിനകം ലഭിക്കും. അപ്പോഴാകും എന്തുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം നിഷേധിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. രേഷ്മയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.